ഹലോ ഗായ്സ്, എല്ലാവർക്കും ടെക്നീഷ്യൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നൗഷാദ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു പ്രൊഡക്റ്റ് നിങ്ങളിന്ന് പരിചയപ്പെടുത്താമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പർച്ചേസ് ചെയ്ത ഒരു പ്രൊഡക്റ്റാണിത്. നമ്മുടെ ഒരു സുഹൃത്ത്, ഒരു സബ്സ്ക്രൈബർ സുഹൃത്താണ് ഇത് എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും, ഇതിൻ്റെ ഫെസിലിറ്റീസും ഒക്കെ നമുക്കൊന്ന് നോക്കാം. ഇങ്ങനൊരു ബോക്സിലാണ് ഇത് നമുക്ക് കിട്ടുന്നത്. ആൾറെഡി ഇത് ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ബോക്സിലുള്ളത് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1.5 വോൾട്ടിൻ്റെ 4 ആൽക്കലൈൻ ബാറ്ററികളും 14 സ്ക്രൂ ചെയ്യാനുള്ള ബിറ്റുമാണ്. ഇതിൽ സ്റ്റാറിൻ്റെ ബിറ്റും മൈനസ് ആയിട്ടുള്ള ബിറ്റും മാത്രമേ എൻ്റെ കാര്യത്തിൽ ഉപയോഗം വരുന്നുള്ളൂ. ബ്ലാക്ക് ആൻഡ് ഡെക്കർ എന്ന കമ്പനിയുടെ A7073 എന്ന മോഡലാണിത്. 1.5 വോൾട്ടിൻ്റെ 4 ബാറ്ററിക്ക് അഥവാ 6 വോൾട്ടിലാണ് ഈ സ്ക്രൂ ഡ്രൈവർ വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ മാക്സിമം ടോർക്ക് എന്നത് 2.9 ആണ്. നോ ലോഡിൽ ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 1 മിനിറ്റിൽ 130 ആണ്. 130 RPM ആണ് ഇതിൻ്റെത്. അതുപോലെ ഇതിൻ്റെ തൂക്കം 240 ഗ്രാമാണ്. ഇതിൻ്റെ പുറകിലായിട്ട് നമുക്ക് ഒരു മൂടി പോലെ ഒരു സംഭവം കാണാൻ പറ്റും. അവിടെ വലിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്താണ് നമ്മൾ ഇതിലുള്ള ബാറ്ററികൾ ഫിറ്റ് ചെയ്യേണ്ടത്. ആൽക്കലൈൻ ബാറ്ററികളാണ്. റീചാർജ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററികളല്ല ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത്. ഈ ബാറ്ററികൾ മാറ്റി നമുക്ക് റീചാർജബിൾ ബാറ്ററി നമുക്ക് ഇതിലിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ വശങ്ങളിലായിട്ട് നമുക്ക് 2 സ്വിച്ചുകൾ കാണാൻ പറ്റും. അതിലൊന്ന് ഇടത്തോട്ട് കറങ്ങാനുള്ളതും ഒന്ന് വലത്തോട്ട് കറങ്ങാനുള്ളതുമാണ്. ഇതിൻ്റെ മുൻവശത്തായിട്ട് പവർ എന്നൊരു സ്വിച്ചും മാനുവൽ എന്നൊരു സ്വിച്ചും നമുക്ക് കാണാൻ പറ്റും. ഈ പവറിലിട്ട് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കാണിച്ചു തന്ന അതേപോലെ നമുക്ക് ബാറ്ററിക്ക് പ്രവർത്തിക്കുന്ന രീതിയിൽ ഉപയോഗിക്കാം. അതല്ല, മാനുവലിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കാവുന്നതുമാണ്. ബാറ്ററിയിലെ ചാർജൊക്കെ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ആ രൂപത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. ചെറുപ്പം മുതലുള്ള ഒരു ശീലമാണ്. എന്തൊരു സാധനം കിട്ടിയാലും അതൊന്ന് അഴിച്ച് അതിനകത്ത് എന്താണ് ഉള്ളത് എന്നൊന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാനിതൊന്ന് അഴിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു ചെറിയൊരു മിനി മോട്ടറും 6 ഗിയർ വീലുകളുമാണ് കാണാൻ പറ്റിയത്. ചെറുപ്പത്തിലൊക്കെ ഉള്ളതുപോലെയല്ല. ചെറുപ്പത്തിലായിരുന്നെങ്കിൽ അഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് നന്നാക്കിയെടുക്കാൻ പറ്റൂലായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഇതിലൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന് ഇതിൻ്റെ ബാറ്ററിയാണ്. ഒന്ന് ഈ ആൽക്കലൈൻ ബാറ്ററികൾ മാറ്റിയിട്ട് റീചാർജബിൾ ബാറ്ററി ആക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഉഷാറായിരുന്നു. നമുക്ക് ചാർജ് തീരുമ്പോൾ വീണ്ടും ചാർജ് ചെയ്ത് ഉപയോഗിക്കാമായിരുന്നു. ഇതിലിപ്പോൾ ഉള്ള ലെവലിലാണെന്നുണ്ടെങ്കിൽ ചാർജ് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററി മാറ്റി വേറെ ബാറ്ററി ഇടേണ്ടതുണ്ട്. ഈ ബാറ്ററികൾ നമുക്ക് മാറ്റി റീചാർജബിൾ ബാറ്ററി ഇടട്ടോ. അതിന് കൂടുതൽ പൈസ ചിലവ് വരുന്നുണ്ട്. അത് നമ്മൾ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യം ഓക്കെ ആവുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ചക്ക്, ബിറ്റിടാനുള്ള ചക്ക്, സ്ക്രൂ ഡ്രൈവർ ഇടാനുള്ള ചക്ക് ആയിട്ടാണ് ഇതിൽ വരുന്നത്. ഇല്ലാതെ വേറെയുള്ള ഹോൾ ഇടാനുള്ള ബിറ്റുകളൊന്നും നമുക്കിതിൽ ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഈ ഒരു വീഡിയോ ഇലക്ട്രിക്കൽ വർക്ക് എടുക്കുന്നവർക്ക്, അതുപോലെ വുഡിൻ്റെ വർക്ക് എടുക്കുന്നവർ, DIY ആയിട്ട് വീഡിയോകൾ ചെയ്യുന്നവർ, മിനിയേച്ചർ വർക്ക് എടുക്കുന്നവർക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ടൂളാണിത്. ആവശ്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ നിന്നും താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇപ്പോഴത്തെ ഇതിൻ്റെ വില എന്നത് 699 രൂപയാണ്. ഇത് നമുക്ക് പരിചയപ്പെടുത്തി തന്നത് നമ്മുടെ ഒരു സുഹൃത്ത് കൂടിയായിട്ടുള്ള സബ്സ്ക്രൈബർ ഷറഫുദ്ദീനാണ്. പുള്ളിയെ ഞാനിതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. എന്തായാലും ഷറഫുദ്ദീൻ ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.